ഫെഡറൽ സംവിധാനം തകർത്ത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. സംസ്ഥാന വിദ്യാഭ്യാസ പുരോഗതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിരോധം ആവശ്യമാണെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. AKPCTA 67-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ NN കൃഷ്ണദാസ്. കേരളത്തിന്റെ നിയമപരിധിക്കകത്തുനിന്നാണ് സർവകലാശാലകൾ നിർമ്മിച്ചത്. കേരളത്തിന്റെ നിയമപരിധിയിൽ നിന്നും കേരളത്തിന്റെ സമ്പത്തും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന് UGCയെ കരുവാക്കുകയാണ്. രാജ്യത്തെ ഗുണനിലവാരമുള്ള 10 സർവകലാശാലകളിൽ 4 എണ്ണവും കേരളത്തിലാണ്. ഉന്നത നിലവാരം പുലർത്തുന്ന കേരളത്തിലെ സർവകലാശാലകളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാഭ്യാസ സ്നേഹികൾ ഉൾപ്പെടെ ഒന്നാകെ അണിനിരക്കണമെന്ന് കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ അന്തസത്തയായ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി ഒരു സംസ്ഥാനത്തിന്റെ അവകാശങ്ങളിലേക്ക് UGCയുടെ രൂപത്തിൽ യൂണിയൻ ഗവൺമെന്റ് അവരുടെ പ്രതിലോമ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ മുഖേന സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്ക്, അവകാശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ് യൂണിയൻ ഗവൺമെന്റ്. സത്യത്തിൽ കേരളത്തിൽ നിലവിലുള്ള സർവകലാശാലകൾ, യൂണിയൻ ഗവൺമെന്റ് രൂപീകരിച്ച സർവകലാശാലയെ പറ്റി അത് വേറെയാണ് നിയമം. കേരളത്തിലുള്ള ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല, പിന്നീട് വന്ന കോഴിക്കോട് സർവകലാശാല, അതിനുശേഷം വന്നിട്ടുള്ള മഹാത്മാഗാന്ധി സർവകലാശാല, പിന്നീട് വന്ന കണ്ണൂർ സർവകലാശാല, ഇടക്കാലത്ത് പ്രത്യേകമായിട്ട് വന്നിട്ടുള്ള സാങ്കേതിക സർവകലാശാല, മെഡിക്കൽ സർവകലാശാല, കാർഷിക സർവകലാശാല, ഇതൊക്കെ രൂപീകരിക്കപ്പെട്ടത് കേരള നിയമസഭ ഉണ്ടാക്കിയ നിയമങ്ങളിലൂടെയാണ്. ഈ സർവകലാശാലകൾ ഉണ്ടാക്കിയത് മുഴുവൻ കേരള നിയമസഭയാണ്. അതിൻ്റെ പരമാധികാരം കേരള നിയമസഭയ്ക്കാണ്. സർവകലാശാല പ്രവർത്തിക്കുന്നതിന് വേണ്ടതായ സാമ്പത്തികമായ സഹായം ചെയ്യുന്നതും കേരള ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലൂടെയാണ്. ചെറിയൊരു ഗ്രാന്റ് മാത്രമാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ സർവകലാശാലകൾക്ക് കൊടുക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ നിലവാര മികവിനായി 6000 കോടി രൂപയാണ് ഇടതു സർക്കാർ ചെലവഴിച്ചത്. മികവിന്റെ കേന്ദ്രങ്ങളായ സർവകലാശാലകളെ തകർക്കുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം. 14, 15, 16 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം, വിദേശ സർവകലാശാലകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറും ചർച്ചയും നടക്കും. സംസ്ഥാനത്തെ മികച്ച കോളേജ് യൂണിയൻ പ്രവർത്തനത്തിന് AKPCTA ഏർപ്പെടുത്തിയ അഭിമന്യു അവാർഡ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന് നൽകുമെന്നും സംസ്ഥാന പ്രസിഡന്റ് N. നിശാന്ത് പറഞ്ഞു. ജനറൽ സെക്രട്ടറി ഡോക്ടർ K. ബിജുകുമാർ, ഡോക്ടർ MP ഗോപാലകൃഷ്ണൻ, R. രാജേഷ്, G. സജീവ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.